ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു വൈകിട്ടത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം മാവെടുത്ത് കുഴച്ച് മാറ്റി സോഫ്റ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ റെഡിയാക്കിയത്. ചിക്കൻ കഴുകി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കി. അതിനകത്തോട്ട് സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം എല്ലാം കൂടെ ഇട്ട് കുക്കറിനകത്ത് നല്ലതുപോലെ വഴറ്റി. എന്നിട്ട് അതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും ഞാനത് ഇട്ടതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ്. എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി, ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ കുക്കർ അടച്ച് ചൂളം അടിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചപ്പാത്തി കുഴച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അത് നല്ല സോഫ്റ്റ് ആയിരുന്നേ. ഞാൻ എണ്ണയും ഒഴിച്ച് കുഴച്ച് മാറ്റി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല സോഫ്റ്റായി. അത് പിന്നെ ഓരോന്നെടുത്ത് നമ്മളിങ്ങനെ റോളാക്കി എടുത്ത് അതിനകത്ത് പരത്തി അതിൻ്റെ നടുക്കിൽ എണ്ണയും വെച്ച് നാലായിട്ട് മടക്കി ആണ് ഞാൻ പരത്തുന്നത്. അപ്പം നല്ല ഒരു ലെയറായിട്ടുള്ള ചപ്പാത്തി കിട്ടും നമുക്ക്. നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയറായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കണേ, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തിരിച്ചു മറിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടി പുരട്ടി കൊടുക്കും. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. കൊളസ്ട്രോളും പിന്നെ BP ഒക്കെ ഉള്ളവർക്ക് കുറച്ച് എണ്ണ കുറയ്ക്കുന്നത് നല്ലതാണ്. എന്നാലും ചപ്പാത്തിക്ക് ഇച്ചിരി എണ്ണയൊക്കെ തൊട്ട് പുരട്ടുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് അത് തിരിച്ച് മറിച്ച് വിട്ട് ചൂടോടെ നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തിയുടെ ചിക്കൻ കറി അപ്പോൾ ചൂടൊക്കെ അടിച്ച് റെഡിയായിട്ട് നല്ല വറ്റിച്ച് നല്ല വെന്ത് നല്ല കുറുകിയിരിക്കും. എന്നിട്ട് നമ്മൾ ചൂടോടെ പ്ലേറ്റിലോട്ട് ആ ചപ്പാത്തി എടുത്ത് കൊടുക്കും, കറിയും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റി നല്ല നാടൻ ചിക്കൻ കറിയും ചപ്പാത്തി നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയാണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഹാപ്പി പെറ്റൽസ് വ്ലോഗിൽ. താങ്ക് യു.